ഹായ്, ഞാൻ അമീർ സുഹൈൽ. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് യാത്ര പോവുകയാണ് ഒരു സ്നേഹസംഗമത്തിലേക്ക്. ശേഷം സ്ക്രീൻ. എന്റെ യാത്രകൾ, ഞാൻ അങ്ങനെ വലുതായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളല്ല. യാത്രകൾ വളരെ കുറച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാനൊരു യാത്ര പോയതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു സംഗമത്തിൽ പങ്കെടുത്തു, സ്നേഹസംഗമം. നിങ്ങൾ ഇതുപോലുള്ള സംഗമങ്ങളെ കുറിച്ച് മുമ്പുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അവിടെയെല്ലാം സഹതാപത്തിന്റെ ഒരു സങ്കടക്കടലാണെങ്കിൽ ഇതല്ല. സത്യത്തിൽ ഇത് നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ട, നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു വലിയ സന്തോഷം തന്നെ അവിടെയുണ്ട്. കാരണം പലവരും വീടിന്റെ പുറത്തിറങ്ങാൻ കഴിയാതെ വീടിന്റെ അകത്ത് മാത്രം ഇരുന്നവരെ പുറത്തിറങ്ങിയേക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. നിങ്ങൾ ഈ കാണുന്ന വിഷുവലുകളെല്ലാം അതിലെ ഓരോരുത്തരുടെയും സന്തോഷങ്ങളെ തന്നെയാണ്. എന്നത്തേതും പോലെ പതിവിലും വഴിയാണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ കലാപരിപാടികളൊക്കെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കലാപരിപാടികളും കണ്ടും ആസ്വദിച്ചും ഞാൻ അവരോടൊപ്പം അതിൻ്റെ ഒപ്പം ഇരുന്നു. പിന്നെ ഏറ്റവും അടുത്ത് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു കലാരൂപമായിരുന്നു കൈകൊട്ടിക്കളി. സോഷ്യൽ മീഡിയ ഒക്കെ കണ്ട് അല്ല ഇത് കൊള്ളാല പരിപാടി ഒന്ന് കാണണമെന്ന് നിന്ന സമയത്താണ് ദേന സാധനം മുമ്പിൽ. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. കാരണം ഇന്നും എക്സ്പെക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ഒരു പൂരത്തിനോ ഉത്സവത്തിനോ പോയി ഇതൊക്കെ ഒന്ന് കാണണം എന്ന് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായ ഒരു സാധനം വളരെ എത്ര പെട്ടെന്ന് നടന്നു കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളൊക്കെ വൈബിനോട് സെറ്റായി വന്നപ്പോക്കും പരിപാടി തീർന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു പാട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും കുറെ അധികം സംസാരിച്ചു. പിന്നെ ഇപ്പൊ മുഖ്യ അതിഥിയായ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ഒരു വെള്ള കുതിര വന്നു. വളരെ ചെറിയ പരിപാടിയാണെങ്കിൽ പോലും, കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവർ വന്നവർക്ക് എല്ലാവർക്കും മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനുള്ള നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. കുറെ ആളുകളെ കണ്ടു, കുറെ അധികം ആളോട് സംസാരിച്ചു. കുറച്ച് പേര് എന്തൊക്കെ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കുറെ അധികം ആളോട് സംസാരിച്ചെങ്കിലും പലവരുടെ ഓഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്തെടുത്തതിൽ വന്ന ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. ഈ പരിപാടി വളരെ വളരെ നല്ലൊരു പരിപാടിയാണ്. കാരണം നമ്മളെ പോലെയുള്ള ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറവുകളുള്ളവർക്ക് ഒരു സദസ്സ് കൂടിയിട്ട് നമ്മളെല്ലാവരും ഒത്തുകൂടാനും, നമ്മളിപ്പോ കണ്ടിട്ടില്ലാത്ത ഒരു ജീവനെ നമുക്ക് തൊട്ടടുത്ത് കൊണ്ടുവന്ന് തൊടുവാനും, ഇങ്ങനെ നമുക്ക് നല്ല ഇതിലെ സന്തോഷത്തോടു കൂടി നടക്കാനും, മറ്റുള്ള ആരെയും ബഹുമാനിക്കാണ്ട് നമുക്ക് അംഗീകരിക്കാണ്ട് നമ്മുടേതായ ഈ പരിപാടിയാണിത്. അതുകൊണ്ട് ഇത് വളരെ വളരെ നല്ല പരിപാടി. ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ ഇപ്പൊ ഇത്രയും വലുത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ, എല്ലാവർക്കും കൂടാൻ പറ്റില്ല, ചെറിയ പരിപാടികൾ വല്ലപ്പോഴും ഒക്കെ വെച്ച് നമ്മളൊരു ഒത്തൊരുമ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണതിന് യാതൊരു അർത്ഥമില്ല. നമ്മുടെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേജിന്റെ ഒരു അകലം കണക്കുകൂട്ടി പോയിരുന്ന് കാണാൻ പറ്റുന്ന പരിപാടികളാണ് ഇന്ന് നമ്മൾ എവിടെ ചെന്നാലും ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് കാണാനുള്ള സൗകര്യത്തോടു കൂടി ആ കൈകൊട്ടും പാട്ടും ആ പിള്ളേരുടെ ഡാൻസും വളരെ നല്ലതാണ്. കാരണം നമുക്കൊക്കെ ഒരു സ്ഥലങ്ങളിൽ പോയി ഓപ്പൺ എയറിൽ ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റൂല. ഇത് നമ്മുടേതായ നല്ലൊരു ഓപ്പൺ എയർ ആയിരുന്നു. തൊട്ടടുത്ത് കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടല്. ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങണ്ടേ. ഇങ്ങനെ നമ്മളെ പോലുള്ള ആൾക്കാരൊരു കൂട്ടായ്മ അതിന്റെ ഒരു സന്തോഷം വേറെ. കുറച്ചു പേരെ ചിറകുൾ പരിപാടിയിൽ കണ്ടുവരുന്നുണ്ട്. സ്നേഹസംഗമം എന്ന പ്രോഗ്രാമിന്റെ ദിനു സ്നേഹസ്പർശം വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിനുമായ ദിനൂക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടോക്കാം. എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ വർഷം വർഷം നടത്തണം. കാരണം ഈ ലോകം എന്താണ്, ആളുകളുടെ ഇതെന്താണ് എന്നുള്ളത് ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങിയാൽ മാത്രമേ അത് നടക്കുള്ളൂ. കാരണം ഇവർക്കിടെ ഈ ഒരു സന്തോഷം, അവർക്കിടെ ആ ഒരു, നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരുപാട് സമയം നമ്മളുടെ വേസ്റ്റ് ആവും. പക്ഷെ ഇവരുടെ എല്ലാവരും ഈ ഒരു സന്തോഷത്തിന്റെ മുമ്പില് നമ്മുടെ ആ സമയത്തിന് കോടികളുടെ വില ലഭിക്കും. കാരണം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം ചെലവഴിച്ചാലും അതൊരിക്കലും അത് പാഴായി പോണതല്ല. ഇവരുടെ മുഖത്ത് തന്നെ ആ ഒരു ചെറു പുഞ്ചിരി മതി നമുക്ക് ഈ ഭൂമിയിലോട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം. എന്താല്ലേ. അടുത്തതായിട്ട് അവിടെ നടന്നത് ഒരു കലാപരിപാടികൾ തന്നെയായിരുന്നു. കോൽക്കളിയും ഗാനമേളയും പിന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നിമിഷങ്ങളും എല്ലാമായി പ്രോഗ്രാം വളരെ വേഗത്തിൽ കടന്നുപോയി. ആർക്കും വിധി പോകാൻ തീരെ താല്പര്യം ഉണ്ടായില്ല. കാരണം ആ ഒരു തണലിൽ ഇതുപോലുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ എല്ലാം മറന്ന് തമാശകൾ പറഞ്ഞ് കളിച്ച് ചിരിക്കാൻ ഇന്നൊരു അവസരം ഇനി കിട്ടണമെങ്കിൽ ചിലപ്പോ ഒരു കൊല്ലം കഴിയണം, അല്ലെങ്കിൽ ഇതേപോലെ വേറെ സംഗമം വരണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിൻ്റെതായ ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും
പ്രോഗ്രാമൊക്കെ വൈകിട്ടോടുകൂടി അവസാനിച്ച് എല്ലാവരും സന്തോഷത്തോടെ അടുത്ത പരിപാടിക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും പിരിയുന്നു. അപ്പോൾ ഇതേപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും നമ്മുടെ ചുറ്റുപാടുകളും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പോയി പങ്കെടുക്കണം. ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാമുകൾ ഹോസ്റ്റ് ചെയ്യണം. കാരണം അത് പലപ്പോഴും പലർക്കും ഒരു പുതിയൊരു ലോകത്തെ തന്നെ കാണിക്കാനും പുതിയൊരു കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് മാറാനും സഹായിക്കും. സോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം.